നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗർഭിണിയായ ആ പെൺകുട്ടി ഇറങ്ങി പോയതിനു ശേഷം ആ ഡോക്യുമെന്റ് നഷ്ടപ്പെട്ട വിവരം ഞാൻ അറിയുന്നത്. പക്ഷേ അന്നേരമൊന്നും എനിക്ക് അവളെ സംശയം തോന്നിയില്ല. എന്തോ ഭാഗ്യത്തിനാ ഇന്നവളെ ഞാനും ഗാർഗയും കണ്ടത്. അന്നേരം അവൾക്ക് ഗർഭമില്ല, ഒന്നുമില്ല. പിന്നൊന്നും നോക്കിയില്ല. ഞാനും പാർവതിയും ഓടിച്ചു പിടിച്ച് അവളെ ചോദ്യം ചെയ്തു. അവളെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് ഭയപ്പെടുത്തി. അപ്പോഴാ അവള് സത്യം പുറത്തു പറയുന്നത്. ഞാനിതൊക്കെ ചെയ്തത് ജാസ്മിൻ പറഞ്ഞിട്ടാ. എനിക്ക് കുറച്ച് പണം നൽകിയിട്ട് ജാസ്മിൻ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയായിരുന്നു. ഡോക്യുമെന്റ് എടുക്കാൻ വേണ്ടി തന്നെയാ ഞാൻ ഗർഭിണി വേഷം കെട്ടി ലിഫ്റ്റ് ചോദിച്ച് കാറിൽ കയറിയത്. ഇപ്പൊ എല്ലാവർക്കും ബോധ്യായില്ലേ ഈ ജാസ്മിൻ ചതിക്കായിരുന്നെന്ന്? ഇല്ലെന്ന് ഇവള് പറയട്ടെ. പറയടി, ആ പെൺകുട്ടി അയച്ച് ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റിയത് നീയല്ലേ? നീയല്ലേന്ന്? പാർവതി വീട് പാർവതി, നീ കൈയെടുത്തേ, അത് അവള് പറയട്ടെ. അതേടി, ഞാൻ തന്നെ അവളെ പറഞ്ഞയച്ച് ആ ഡോക്യുമെന്റ്സ് അടിച്ചു മാറ്റിയത്. നീ ഊഹിച്ചതും ശരി തന്നെയാ. ഡോക്യുമെന്റ്സ് നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോ വിശാല് നിന്നെ വെറുക്കണം, നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കണം. അത് തന്നെയായിരുന്നടി എന്റെ ലക്ഷ്യം. വിശാലിനെ നേടാൻ വേണ്ടിയേ ഞാൻ എന്തും ചെയ്യടി. ഞാൻ ഏതറ്റം വരെയും പോവും. ജാസ്മിൻ, നീ ഇത്രയ്ക്കും ദുഷ്ടയായിരുന്നോ? ഒരു പാമ്പിനെയാണല്ലോ ഇത്രയും നാളും പാലൂട്ടിയത്. എന്റെ പേരക്കുട്ടിയെ ദ്രോഹിക്കാൻ ശ്രമിച്ച നീ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇവളെ ആരെങ്കിലും പിടിച്ച് പുറത്താക്ക്. അത് ഞാൻ തന്നെ ചെയ്യാം. വിശാൽ സാറിന്റെ രക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ്. ഇവിടെ നീ എന്നെ അടിച്ചിറക്കി വിടുവൊന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോ, ഈ നിൽക്കുന്ന വിശാലിന്റെ ഭാര്യയായി ഇവൻ അണിയിക്കുന്ന താലി ചാർത്തി ഇവിടുത്തെ മരുമോളായിട്ട് ഈ വീട്ടിലേക്ക് ഞാൻ വന്ന് കേറും. അല്ലാത്ത പക്ഷം ഇവിടെ ഈ നടുത്തളത്തില് ഇവന് ഞാൻ വെള്ള പുതപ്പിച്ച് കിടത്തും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.